യെസ്, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള മാജിക്കലായിട്ടുള്ള ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പേര് 3-6-9 ടെക്നിക്ക് എന്നാണ്. ലോക പ്രശസ്ത സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള നിക്കോള ടെസ്ലയാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ എന്താണ് ഈ 3-6-9? എന്താണ് ഈ ഒരു നമ്പറിൻ്റെ പ്രത്യേകത? ഇതിനെ ഒരു ഡിവൈൻ നമ്പറായിട്ടും മാജിക്കൽ നമ്പറായിട്ടും ഒക്കെ കണക്കാക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, എന്തിനും ഏതിനും ഒരു ഫ്രീക്വൻസി, ഒരു വൈബ്രേഷൻ ഉണ്ട്. ഈ 3-6-9 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ ഈ ഒരു ടെക്നിക്കിലൂടെ മാനിഫെസ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് നിക്കോള ടെസ്ല എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മോഡേൺ സയൻസിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ് ഇത്. അപ്പോൾ നമുക്കെല്ലാം നമ്മുടെ ലൈഫിൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ട്, റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട്, മണിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് അതിനെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഇമോഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകില്ല. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നതിലൂടെ വളരെ കൃത്യമായിട്ട് അതിന് വേണ്ട ഇമോഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ലക്ഷ്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സാധിക്കുമെന്നുള്ളതാണ്. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റായിട്ട് ഒന്നാമതായിട്ട് വേണ്ടത് ഇറ്റ്സ് കോൾഡ് ക്ലാരിറ്റി. വാട്ട് യു റിയലി വോണ്ട്. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റിയാണ്. ഇപ്പോൾ കരിയറിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ജോലിയാണ് എനിക്ക് വേണ്ടത്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് മന്ത്ലി ഇത്ര ഇൻകം വേണം. അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എൻ്റെ ബോഡി വെയ്റ്റ് ഇത്രയാകണം, ഇന്ന രീതിയിലുള്ള ഹെൽത്ത് എനിക്ക് വേണം. റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ ക്വാളിറ്റി ഉള്ള ആൾ എൻ്റെ ലൈഫ് പാർട്ണറായിട്ട് കിട്ടണം, അല്ലെങ്കിൽ ലൈഫ് പാർട്ണറുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു റിലേഷൻ. അങ്ങനെ നിങ്ങളുടെ ഏത് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടാണോ നിങ്ങൾക്ക് ഒരു മാനിഫെസ്റ്റേഷൻ നടക്കേണ്ടത്, അതായത് ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത്, നിങ്ങളുടെ ലക്ഷ്യമുള്ളത്, അതിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. ഈ 3-6-9 ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 goal at a time. എന്താണ് 1 goal at a time? അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ക്ലാരിറ്റി വരുത്തുക. രണ്ടാമതായിട്ട് ഒരു ഗോളിനെ നമ്മൾ സെലക്ട് ചെയ്യുക, ഒരു ലക്ഷ്യത്തിനെ സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ആ ജോലി ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതായിട്ടും ആ കിട്ടിയതിന് നന്ദി എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുക. അതായത് നിങ്ങളിപ്പോൾ ഒരു ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ വിജയകരമായിട്ട് എനിക്ക് ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ടീച്ചറായിട്ട് എനിക്ക് ജോലി ലഭിച്ചതിന് ഒരുപാട് നന്ദി. ഈ രീതിയിൽ നമ്മൾ അതിനെ എഴുതുക, ആ ലക്ഷ്യത്തിന് എഴുതുക. അപ്പം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് ആ ജോലി കിട്ടുമെന്നോ, അത് കിട്ടിയാൽ കൊള്ളാമെന്നോ, അത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്നോ അല്ല. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. അത് സംഭവിച്ചു കഴിഞ്ഞതായിട്ട് എഴുതുക. 50,000 രൂപ എനിക്ക് എല്ലാ മാസവും ഞാൻ ചെയ്യുന്ന തൊഴിലിലൂടെ വരുമാനം ലഭിക്കുന്നതിന് നന്ദി. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇല്ല, പക്ഷേ അത് ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യമാണ്. അത് ഓൾറെഡി നടന്നു കഴിഞ്ഞതായിട്ട് നമ്മൾ എഴുതുക. ഈ എഴുത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം. ഇത് എഴുതുന്ന സമയത്ത് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി, അല്ലെങ്കിൽ അത് നടന്നു കഴിഞ്ഞതായ ഫീലോട് കൂടി വേണം ഇത് എഴുതേണ്ടത്. ഇനി ഈ എഴുതുന്നതിന് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനെ സെലക്ട് ചെയ്യുക. അത് ഓൾറെഡി നടന്നു കഴിഞ്ഞതായിട്ട് എഴുതുക. അപ്പോൾ അത് ഏത് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടതുമാകാം. ഇപ്പോൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നതിൽ ഒരുപാട് നന്ദി. നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാക്കി, അതിനുശേഷം നമ്മളത് എഴുതി വെച്ചു. ഇനി ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്? ഇവിടെയാണ് 3-6-9 എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. അതിനകത്ത് ആദ്യ നമ്പർ 3 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാവിലെ 3 തവണ ഈ ലക്ഷ്യം എഴുതുക. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, എന്താണോ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് 3 തവണ 3 ടൈംസ് മോർണിംഗിൽ എഴുതുക. മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്ക് മുന്നേ നിങ്ങളുടെ ബുക്കിൽ അത് എഴുതി വെക്കുക. വെറുതെ എഴുതിയാൽ പോരാ, അത് എഴുതുന്ന സമയത്ത് നമുക്കത് നടന്നു കഴിഞ്ഞ ഒരു ഫീല് നമുക്കുണ്ടാകണം. ആ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തണം. ആ ഹാപ്പിനെസ് നമ്മൾ ഫീൽ ചെയ്യണം. നമുക്ക് ആ ജോലി കിട്ടിയത്, അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് ആ ഇൻകം കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഡീലാണെങ്കിൽ ആ ബിസിനസ് ഡീൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യുന്നത്, ആ ക്ലോസ് ചെയ്തതിന് നന്ദി, അത് ഫീൽ ചെയ്യുക. ദെൻ
6 തവണ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം, അതായത് 12 മണിക്ക് ശേഷം 4 മണി വരെയുള്ള ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, 6 ടൈംസ് അത് എഴുതുക. അതിനുശേഷം 4 മണി മുതൽ രാത്രിയിൽ 4 മണിക്ക് ശേഷമുള്ള ടൈമിൽ 9 തവണ, അതായത് ഈ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും സെയിം ഗോൾ തന്നെയായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇത് വെറുതെ എഴുതി വിടുക എന്നുള്ളതല്ല. ഇതിനകത്ത് എത്രത്തോളം നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഫീൽ ചെയ്യുന്നു, എത്രത്തോളം നമ്മളത് സംഭവിച്ചു കഴിഞ്ഞ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇത് എത്ര ദിവസം കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം 21 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വലിയ കാര്യങ്ങളിലേക്ക് കടക്കാതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ശ്രമിക്കുക. നമുക്ക് ഈ ഒരു പ്രോസസ്സിലുള്ള, ഈ ഒരു ടെക്നിക്കിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചതിന് ശേഷം വലിയ വലിയ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സ്വസ്തി ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഹബ്ബ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഹീലിംഗ് കോച്ചിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് വർക്ക്ഷോപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായിട്ട് ഇവിടെ ഒരു നമ്പറുണ്ട്. ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അതുവഴി ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.